തൃശൂർ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്ത് ഒരു വിമർശനം ഉയർന്നിരിക്കുകയാണ്. അതായത് പാർട്ടിയുടെ ദയനീയമായ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കീഴ്ഘടകങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമാണ് എന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനം. മാത്രമല്ല പരമ്പരാഗതമായ മുസ്ലിം വോട്ടുകൾ ഈ തവണ UDFന് മറിഞ്ഞു എന്ന വിലയിരുത്തലുണ്ടാകുന്നു. തൃശൂർ മേയറുടെ പ്രവർത്തനങ്ങൾ തിരിച്ചടിയായെന്ന വിലയിരുത്തലും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സാനു കെ സജീവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സാനു, ഈ കനത്ത തിരിച്ചടി തൃശൂരിൽ മാത്രമല്ല, അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMനും സർക്കാരിനും തിരിച്ചടി തന്നെയാണ്. അപ്പോൾ ഓരോ ജില്ലാ കമ്മിറ്റികളുടെയും വിലയിരുത്തലുകൾ വരുന്ന ഘട്ടത്തിൽ പാർട്ടിയുടെ തന്നെ പ്രവർത്തനങ്ങളാണ് ഈ തിരിച്ചടിക്ക് കാരണം എന്ന നിഗമനത്തിലേക്ക് ഇവരെത്തുകയാണോ? തൃശ്ശൂരിലെ പരാജയ കാരണമായി ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗൗതം, എന്തായാലും കനത്ത തിരിച്ചടിയാണ് തൃശ്ശൂരിൽ CPMന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനകത്ത് പോലും CPM വിചാരിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അത്രയ്ക്കും കനത്ത തിരിച്ചടി ഏൽക്കേണ്ടി വന്ന ഒരു പാർട്ടിക്ക് അവരുടെ ചില വിലയിരുത്തലുകൾ ഇന്നലെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റും ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അടക്കം ചേർന്നിരുന്നു. അവർ ഈ പരാജയ കാരണത്തിൻ്റെ പ്രധാന കാരണങ്ങളായി അവർ ഉന്നയിക്കുന്നത്, അതായത് തൃശ്ശൂർ കോർപ്പറേഷനകത്ത് അവർ പരാജയപ്പെടാനുള്ള പ്രധാന കാരണമായി ഉന്നയിക്കുന്നത് ഈ മേയറുടെ പ്രവർത്തനങ്ങളാണ്. മേയറെ താങ്ങി നിർത്തി കഴിഞ്ഞ 5 വർഷം താങ്ങി നിർത്തിയത് അത് വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് തന്നെയാണ് CPM വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള ഉൾപാർട്ടി പോരുകളും CPMന് തിരിച്ചടിയായിട്ടുണ്ടോ. അതേപോലെ തന്നെ കൃത്യമായിട്ട് പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ വലിയ തിരിച്ചടി തങ്ങൾക്ക് സംഭവിച്ചു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതായത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിലും അവരെ കൊണ്ട് കൃത്യമായിട്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതിലും വോട്ട് രേഖപ്പെടുത്തുന്നതിലും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് CPM വ്യക്തമാക്കുന്നത്. കാരണം അവർക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് തൃശ്ശൂർ കോർപ്പറേഷനുള്ളിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ ഭരിക്കുന്ന ഒരിടം. അവിടെ അവർ പൂർണ്ണമായിട്ട് തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഒപ്പം തന്നെ ത്രിതല പഞ്ചായത്തുകളിലും, അതായത് പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും അടക്കം വലിയ തിരിച്ചടി CPM ഏൽക്കേണ്ടി വന്നു. അവരെ ഏക ആശ്വാസമായി മാറിയത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വിജയമാണ്. അതിൽ കവിഞ്ഞ് മറ്റ് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും CPMന് തിരിച്ചടിയാവുന്നു. ഒപ്പം തന്നെ അവർ പറയുന്നത് ഈ വർഗീയ ശക്തികൾ ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ തിരിച്ചടിക്ക് കാരണം, അല്ലെങ്കിൽ പാർട്ടിക്ക് പിന്നോക്കം പോകാനായിട്ട് പ്രധാന കാരണം വർഗീയ ശക്തികൾ ഒന്നിച്ചു നിന്നതാണെന്നും CPM വ്യക്തമാക്കുന്നു. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ ഞെട്ടിച്ച ഒരു ജില്ലയാണ്. നമുക്കറിയാമല്ലോ, സുരേഷ് ഗോപിയുടെ വിജയം ജില്ലയിലെ 7-ൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലും ആധികാരിക വിജയം BJPക്കായിരുന്നു. അതിനുശേഷമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവിടെ CPMന് തിരിച്ചടി ഉണ്ടാകുന്നത്. അപ്പോൾ CPMന്റെ ഒരു പരമ്പരാഗത സ്വാധീന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ BJP വളരുന്നുവെന്ന വസ്തുത ഇപ്പോൾ സഖാക്കൾ അംഗീകരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അതവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയവേളയിൽ തന്നെ അവർ പറഞ്ഞിരുന്നു. അവരുടെ പരമ്പരാഗത വോട്ടുകളിലേക്ക്, അല്ല പരമ്പരാഗത വോട്ട് ബാങ്കുകളിലേക്ക് BJP കയറിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു. അത് CPIയുടെ ജില്ലാ സമ്മേളന വേദി നടക്കുന്ന സമയത്ത് പോലും അവർ അത് ഞെട്ടലോടുകൂടിയാണ് ആ ജില്ലാ സമ്മേളനത്തിൽ അവരത് അവതരിപ്പിച്ചിട്ടുള്ളത്. CPI തന്നെ ഇതാദ്യം അവതരിപ്പിക്കുന്നത്. അതിനുശേഷം CPMും ഈ ഒരു കാര്യം അവരും അംഗീകരിച്ചു തരുന്ന ഒരു സാധ്യതയുണ്ടായിരുന്നു, അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ അതേ കാര്യം തന്നെയാണ് അവർ പറയുന്നത്. അതായത് ഈ BJPയുടെ വളർച്ച CPM തിരിച്ചടിയായിട്ടുണ്ട്. ഒപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് ഈ കോൺഗ്രസ് പാളയത്തിലേക്ക്, UDF പാളയത്തിലേക്ക് പോയി അതവിടെ പോൾ ചെയ്യപ്പെട്ടതും CPMന് കനത്ത തിരിച്ചടി ഉണ്ടാക്കി. അതായത് CPMന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലേക്ക് BJPയുടെ വളർച്ച ഉണ്ടാകുന്നു. ഒപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ, അതായത് കഴിഞ്ഞ ചെയ്തിരുന്ന മുസ്ലിം വോട്ടുകൾ അത് മെല്ലെ UDF പാളയത്തിൽ CPMന് തിരിച്ചടിയായിട്ടുണ്ടെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ പരാജയ കാരണം അവർ ഏറ്റവും അധികം ഈ യോഗത്തിൽ ചർച്ചയായത് തൃശ്ശൂർ കോർപ്പറേഷനിലെ CPMന്റെ വലിയൊരു പരാജയമാണ്. ആ പരാജയത്തിന് പ്രധാന കാരണം മേയറായിട്ടുള്ള MK വർഗീസിന്റെ തലയിൽ വെച്ച് കിട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഒപ്പം തന്നെ ഈ കോർപ്പറേഷനിലെ കൗൺസിലർമാർ, CPMന്റെ ചില നേതാക്കൾ നടത്തിയിട്ടുള്ള അഴിമതിയും തിരിച്ചടിയായിട്ടുണ്ട്. അതേപോലെ തന്നെ പഞ്ചായത്ത് തലങ്ങളിലേക്ക്, ഗ്രാമതലങ്ങളിലൊക്കെ പുതിയ വോട്ടർമാരെ കണ്ടെത്തുന്നതിലും അവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് പാർട്ടി പാളയത്തിലേക്ക് എത്തിക്കുന്നതിലും പാർട്ടി സംവിധാനങ്ങൾക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും അത് കൃത്യമായിട്ട് തിരുത്തപ്പെടണമെന്നും ഇവർ ജില്ലാ കമ്മിറ്റി യോഗത്തിലും അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലും CPM വ്യക്തമാക്കുകയാണ്. അതേപോലെ തന്നെ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ, ഇത് പറഞ്ഞിരിക്കുന്ന പാർട്ടിയിൽ ഒരു വിഭാഗം കൃത്യമായിട്ട് ആ യോഗത്തിൽ പറഞ്ഞതാണ്, ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ വലിയ പരാജയം പാർട്ടി കേൾക്കേണ്ടി വരും. ഇത് തിരുത്തപ്പെട്ടില്ലെങ്കിൽ, ഈ വരുന്ന മാസങ്ങളിൽ ഈ കാര്യങ്ങൾ തിരുത്തപ്പെട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. അതേപോലെ തന്നെ പാർട്ടിയോട് ജനങ്ങൾക്ക് വലിയ അപമതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ അഴിമതിയും ഈ തിരിച്ചടിക്ക്
കാരണമായിട്ടുണ്ടെന്ന് CPM വിലയിരുത്തുന്നത്. അതായത് ഭരണ പരാജയം സംഭവിച്ചു എന്ന് തന്നെ CPM പറയുന്നുണ്ടെങ്കിലും പുറത്തോട്ട് വരുന്നത് അല്ലെങ്കിൽ പുറത്തോട്ട് കാര്യങ്ങൾ പറയുന്നതിൽ വീഴ്ചയില്ല എന്നവർ പറഞ്ഞ് മുഖം രക്ഷിക്കാനുള്ള നടപടിയാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഗൗതം. ഓക്കെ സാനു, CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്താണ് ഈ വിമർശനം ഉണ്ടായിരിക്കുന്നത്. കീഴ്ഘടകങ്ങളിൽ ധാരാളമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നങ്ങളുണ്ടായി, തൃശൂർ മേയറുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ ഉണ്ടായി. ഇതെല്ലാമാണ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണം എന്ന വിലയിരുത്തലിലേക്ക് CPMൻ്റെ തൃശൂർ ജില്ലാ ഘടകം എത്തുകയാണ്. മാത്രമല്ല മുസ്ലിം വോട്ടുകൾ ഈ തവണ, പ്രത്യേകിച്ച് തീവ്ര മുസ്ലിം വോട്ടുകൾ ഈ തവണ UDFിനൊപ്പം പോയി എന്ന വിലയിരുത്തലും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്ത് വിമർശനമായി ഉയർന്നിരിക്കുകയാണ്. സാനു കെ സജീവാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇനിയും